വളരെ എളുപ്പത്തിലും രുചികരവുമായ ഒരു കായ ബജി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമായി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. നല്ല രീതിയിൽ മാവ് ഒന്ന് കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് മിക്സായി കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് കിട്ടണം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ 2 കായയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊന്ന് തൊലിയൊക്കെ നീക്കി കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് തൊലിയൊക്കെ മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒന്നാണ് തൊലി മാറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാ ഭാഗത്തും ഈ കനമുള്ള ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ 2 കായയും ക്ലീനാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല കനം കുറച്ചിട്ടാണ് ഈ ഒരു കായ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കനം കുറച്ച്, എത്ര കനം കുറച്ചോ അത്രയും കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കായ ബജി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കാമ്പൊന്നുമില്ല, വെറും തൊലി മാത്രമാണുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടാമത്തതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം കായ ഓരോന്നും മാവിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക. നന്നായിട്ട് മുങ്ങിയതിന് ശേഷം ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം കേട്ടോ. വളരെ എളുപ്പത്തിലല്ലേ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ 2 പീസ് ആണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ അപ്പസോടെ ഒന്നും ചേർത്തിട്ടില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വരും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ കായ ബജി കിട്ടും കേട്ടോ. ഫസ്റ്റ് ഇട്ട് കൊടുത്ത് ഈ രണ്ടും നമുക്കിപ്പോൾ നന്നായിട്ട് 2 സൈഡും നല്ല രീതിയിൽ തന്നെ പൊങ്ങിയൊക്കെ വന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ കായ ബജിയുടെ ബാറ്റർ ഇതുപോലുള്ള മറ്റുള്ള ബജികൾ ഉണ്ടാക്കുമ്പോഴും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിൽ മുഴുവനായിട്ട് കായ ബജി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.